ഹലോ, ഇന്ന് ഞങ്ങൾ എങ്ങനെയാണ് ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് ഒരു 500 to 750 റുപ്പീസിനകത്ത് ചിലവാക്കിക്കൊണ്ട്, ഇൻക്ലൂഡിങ് ദ ടിക്കറ്റ്, അതായത് ആഗ്ര നമ്മുടെ താജ്മഹലിൽ കയറുന്നതിൻ്റെ ടിക്കറ്റ് കൂട്ടിയിട്ട് ഒരു 500 to 750 റുപ്പീസിൽ എങ്ങനെയാണ് പോയിട്ട് തിരിച്ചു വന്നതാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഡൽഹിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്, അതായത് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ വളരെ ലോ ബഡ്ജറ്റിൽ പോയി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഡൽഹിയിൽ വന്നിട്ട് ഇവിടെ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണുന്ന ആളാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഞങ്ങൾ അങ്ങോട്ട് പോയതും തിരിച്ചു വന്നതൊക്കെ ട്രെയിനിലെ ജനറലിലായിരുന്നു. UTS എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പിൽ ഒരു 75 to 90 റുപ്പീസാണ് 1 പേഴ്സണ് ടിക്കറ്റിനായത്. ട്രെയിനിൻ്റെ ടൈമിംഗ് ഒക്കെ നോക്കിയിട്ട് നിസാമുദ്ദീൻ ടു ആഗ്ര ക്യാൻറ്റാണ് ടിക്കറ്റ് എടുത്തത്. ഞങ്ങളൊരു 1 മണി 2 മണിയൊക്കെ ആയപ്പോൾ ആഗ്ര ക്യാൻറ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഒരു 2-3 മണിക്കൂർ അവിടെ ഇരിക്കേണ്ടി വന്നു. കാരണം താജ്മഹൽ ഓപ്പൺ ചെയ്യുന്നത് തന്നെ 6 o'clock അങ്ങനെ പിന്നെ ഞങ്ങളുടെ ട്രെയിൻ ജേണി അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് അവിടെ കമ്പാർട്ട്മെൻറ്റിൽ അവിടെ ഉണ്ടായിരുന്ന ആൻറ്റിമാരും ചേട്ടന്മാരും ഒക്കെ അടിപൊളിയായിട്ട് ഞങ്ങൾ പാട്ടൊക്കെ പാടി വൈബ് ചെയ്ത് ചില്ല് ചെയ്താണ് പോയത്. ഞങ്ങൾ ഇത്ര മോർണിംഗിൽ ആഗ്ര ക്യാൻറ്റിൽ എത്തിയോണ്ട് തന്നെ അവിടെ കുറച്ച് 2-3 മണിക്കൂർ ഇരിക്കേണ്ടി വന്നു. പക്ഷേ അതിനുള്ള എല്ലാ സൗകര്യവും റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്നു. അതായത് വാഷ്റൂം ഉണ്ട്, 10 രൂപ കൊടുത്താൽ മതി. പിന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാനും സംഭവങ്ങൾക്ക് എല്ലാത്തിനും അവിടെ സ്ഥലമുണ്ട്. പിന്നെ റെസ്റ്റ് റൂം ഉണ്ട്. അല്ലെങ്കിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ തന്നെ ഫാനുകളും ചെയറും എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ടിക്കറ്റിനായത് താജ്മഹൽ എൻട്രിക്ക് I guess 30 or 50 ആണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ, താജ്മഹലിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ 200 റുപ്പീസും ആയിരുന്നു. അതുകൊണ്ടാണ് ഒരു 750 വരെ പോയത്, അതായത് ബഡ്ജറ്റ്. അല്ലെങ്കിൽ അതിൽ കുറച്ച് 500-നുള്ളിൽ തന്നെ നിന്നേനെ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താജ്മഹലിലോട്ട് പോകാനായിട്ട് ഷെയർ ടാക്സി കിട്ടും. 30 to 50 റുപ്പീസേ ആകത്തുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഇരുന്നപ്പോൾ ഒരാളിങ്ങനെ വന്ന് ചോദിച്ചു, ഞങ്ങളൊരു 10 പേരുണ്ടായിരുന്നു പോകാൻ. അപ്പോൾ എല്ലാവർക്കും കൂടെ ആയിട്ട് 2 വണ്ടി ഇങ്ങനെ തരാം, പോകാനും തിരിച്ചു കൊണ്ടുവരാനും ആഗ്ര ഫോർട്ട് കൊണ്ടുപോകാനും ഒക്കെ പെർ പേഴ്സൺ 200 ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഫുള്ളി ടയേർഡായിരുന്നുകൊണ്ട് ഞങ്ങളത് സമ്മതിച്ചു. പക്ഷേ അത് എടുക്കണമെന്ന ആവശ്യമില്ല. അതായത് ഷെയർ ടാക്സി പിടിച്ച് പോയാൽ തന്നെ ഒത്തിരി പൈസ കുറയും. പിന്നെ താജ്മഹൽ എത്തി അവിടെ കുറച്ച് അകത്തോട്ട് നടക്കാനുണ്ട്. നടന്ന് എൻട്രിയുടെ കുറച്ച് മുന്നേ ആയിട്ട് നമ്മുടെ ബാഗൊക്കെ ഫുള്ള് ചെക്ക് ചെയ്യും. ഫുഡ് ഐറ്റംസ് ഒന്നും അലൗഡ് അല്ല, അകത്തോട്ട് കയറ്റാൻ പറ്റില്ല. പിന്നെ കുറച്ചും കൂടെ നടക്കുമ്പോൾ നമ്മുടെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഞങ്ങൾ ഒരു 6 മണി 6:30 അവിടെ എത്തിയത്. അടിപൊളിയായിരുന്നു. വെയിലൊന്നുമില്ല, നല്ല തണുപ്പും അത്യാവശ്യം കോടമഞ്ഞൊക്കെ പോലെയുള്ളൊരു കാലാവസ്ഥയായിരുന്നു. നല്ല കുറേ ഫോട്ടോസ് എടുത്തു. പക്ഷേ ആൾക്കാരധികം അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ച 6 മണിയൊക്കെ ആകുമ്പോൾ ആരും കാണത്തില്ല എന്ന്. പക്ഷേ അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം കുറച്ച് നല്ല ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റി. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താജ്മഹലിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇറക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് പേര് ഷൂ കവർ കൊണ്ട് നിൽപ്പുണ്ട്. അതായത് അകത്ത് താജ്മഹലിൻ്റെ അവിടെ കയറാൻ ഷൂ കവർ ഇടണം, ഉള്ളിലത് ഭയങ്കര പൈസയാണ്, പുറത്ത് ഇവിടെ 10 രൂപയുള്ളൂ പറഞ്ഞിട്ട് വിൽക്കാനായിട്ട് കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. അതൊക്കെ സ്കാമാണ്. ഉള്ളിൽ ഷൂ കവറിനൊന്നും പൈസയില്ല, മീൻസ് ഫ്രീ ആണ്. തിരിച്ചവിടെ ഊരി കൊടുത്താൽ മതി. നമ്മളിങ്ങനെ വെറുതെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ഞങ്ങളങ്ങനെ മേടിച്ചായിരുന്നു. ഞങ്ങൾ താജ്മഹൽ പോയത് ഒരു സാറ്റർഡേ നൈറ്റായിരുന്നു. അതായത് 11:30 ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. ഞങ്ങളൊരു 1 o'clock ആയപ്പോഴത്തേക്കും ആഗ്ര ക്യാൻറ്റ് എത്തി. പിന്നെ ഒരു സൺഡേ 6 o'clock 6:30 ആയപ്പോൾ ഞങ്ങൾ താജ്മഹൽ എൻട്രി ചെയ്തു. എന്നിട്ട് ഒരു 9:30 10 വരെയൊക്കെ അവിടെ നിന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ടാക്സി പിടിച്ചു. പിന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവിടുന്ന് നേരെ ആഗ്ര ഫോർട്ട് പോയി. ആഗ്ര ഫോർട്ടിലും എൻട്രിക്ക് ഫീ ഉണ്ട്. ആഗ്ര ഫോർട്ടിൽ എൻട്രി ഫീ വരുന്നത് 50 റുപ്പീസായിരുന്നു. ഞങ്ങൾ ആഗ്ര ഫോർട്ട് എത്തിയ സമയത്ത് ഒടുക്കത്തെ വെയിലായിരുന്നു. വെയിൽ കാരണം കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയായി. പിന്നെ ഞങ്ങൾ അധിക നേരമൊന്നും അവിടെ നിന്നില്ല, കുറച്ച് നേരം നിന്നോളൂ. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് റിക്ഷ പിടിച്ചു. പിന്നെ ഞങ്ങൾ സൺഡേ തന്നെ ഒരു 1:30 ആയിരുന്നു റിട്ടേൺ ട്രെയിൻ നോക്കി വെച്ചിരുന്നത്. അതും ജനറൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ റിട്ടേൺ ആ ട്രെയിൻ കുറച്ച് ഡിലേ ആയിരുന്നു. ഒരു 2:30 3:30 എങ്ങാണ്ടൊക്കെ ആയി തിരിച്ചെത്തുന്ന സമയമായപ്പോൾ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കയറി. അതും ജനറലാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷേ ജനറലിൽ കാല് കുത്ത സ്ഥലമില്ലായിരുന്നു. സ്ലീപ്പറും ഫുള്ളായിരുന്നു ആൾക്കാരെ കൊണ്ട്. അവസാനം ഞങ്ങൾ 3rd AC കയറി നിൽക്കുമായിരുന്നു. കാരണം അകത്തോട്ട് പോകാനേ പറ്റുന്നില്ല, സ്ലീപ്പറിൻ്റെ ഒന്നും അകത്തോട്ട്. അങ്ങനെ ഞങ്ങൾ 3rd AC നിന്നാണ് വന്നത്. പിന്നെ ഒരു 7 ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് നിസാമുദ്ദീനിലെത്തി. അവിടെ നിന്ന് ബസ് പിടിച്ചു, തിരിച്ച് റൂമിൽ വന്നു. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. ഒത്തിരി എൻജോയ് ചെയ്തു. ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് പോയിട്ട് വരാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്കൊരു 2 ദിവസമൊക്കെ ലീവ് കിട്ടുകയാണ്, അതായത് ഒരു ദിവസം മതി പോയിട്ട് വരാൻ. പിന്നെ ഒരു ദിവസം നമുക്ക് ഉറങ്ങി തീർക്കണമല്ലോ, റെസ്റ്റ് എടുക്കണമല്ലോ. അങ്ങനെ 2 ദിവസം കിട്ടുകയാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് താജ്മഹൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വേറെ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.